ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ്? മിസൈൽ മാൻ. നിങ്ങളുടെ മിസൈൽ അയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുകയെന്ന് ചെയ്യുന്നത്. പറ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും എന്താണ് മഹാനായ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേരാ മിസൈൽ മാൻ. അത്രയും ദ്രോഹമൊന്നും ഒരു കഞ്ചാവ് കേട്ടല്ലോ. എത്ര തന്നെ ഇയാളെക്കുറിച്ച് മുമ്പ് പറഞ്ഞായിരുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇയാൾ പറയുന്നത് നമ്മുടെ ബഹുമാനനായ ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മത ജാതി ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വലിയ മനുഷ്യനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിനെ പറയുന്നത് മിസൈൽ മാനാണ്. അത് മൂപ്പർക്കുള്ള പേരാണ്. ഐൻസ്റ്റീൻ എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു മുമ്പ്, ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആളെന്ന്. ഇവിടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കുന്ന അവരൊരു പണിയാണ്. അത് ആളെ നശിപ്പിക്കാനൊന്നുമല്ല. ഈ മെത്ര എന്ന് പറയുന്ന ഇയാൾ ഇമാതിരി പൊട്ടനായിപ്പോയല്ലോ. ഒരാൾ കറാട്ട പഠിക്കുന്നത് അല്ലെങ്കിൽ ആയുധം മേടിച്ച് വെക്കുന്നത്, ഒരു വീട്ടിൽ കത്തി മേടിച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ തോക്ക് മേടിച്ച് വെക്കുന്ന ആളെ കൊല്ലാനല്ല ചങ്ങായി. പിന്നെന്താണെന്ന് അറിയോ? സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങോട്ട് വന്നാൽ തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടുപിടുത്തങ്ങളും ഈ മിസൈലൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ ഇതുപോലെ മിസൈലൊക്കെ കണ്ടുപിടിച്ച് ഈ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിതൊന്നും കണ്ടുപിടിക്കാണ്ട് ഇങ്ങനെ കൈ കെട്ടിന്ന് ഇങ്ങനെ നിൽക്കാൻ വേണ്ടത്. എന്താണ് ഈ മോയന്ത് പറയുന്നത്? എന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ഉമ്മ വെക്കണോ? ഉമ്മ വെക്കണ്ടേ? ഒരു രാജ്യം എതിരാളികൾ ഇതുപോലെ ഇങ്ങോട്ട് വന്ന് മിസൈലോ അത് മറ്റൊന്നും വന്ന് ആക്രമിക്കുമ്പോൾ ഒരു പരിധി വരെ അതിന് തടയാനെങ്കിലും തിരിച്ച് നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ വേണ്ടേ? പിന്നെ ശാസ്ത്രജ്ഞന്മാരെ പണിയെന്ന അതന്നല്ലേ. അതേ മിസൈൽ കണ്ടുപിടിച്ചു, അതിനു പുറമെ റോക്കറ്റ് കണ്ടുപിടിച്ചു, ഒരാൾ ആക്രമിക്കാത്ത രൂപത്തിൽ പലതും അദ്ദേഹം കണ്ടുപിടിച്ചു. മഹാനായ ഒരു മനുഷ്യനാണ്, എളിമയുടെ ഒരു പര്യായമാണ്. ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് ഈ പോട്ടൻ ഈ മൊയന്ത് അടിച്ചളക്കുന്നത്. എന്തൊക്കെയാണ് വായി തോന്നിയത്? ലോകം മൊത്തം ആദരിക്കുന്ന അല്ലെങ്കിൽ രാജ്യം മൊത്തം അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു രാഷ്ട്രപതിയായി നിന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു പക്ഷേ ഇയാൾ ഒരു വർഗീയത വളമെന്ന സാധനം, അദ്ദേഹത്തിൻ്റെ മതമായിരിക്കാം അല്ലെങ്കിൽ പേരായിരിക്കാം ഇയാൾ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. നമ്മുടെ നാട് ഇയാൾക്ക് വലിയ വിദ്യസ്തനായ ഒരാളാണെന്ന് പറയുന്നത് എന്ത് മാങ്ങാത്തുലിയാണ്. നേരെ തലയിൽ ഇപ്പോൾ ഓളം പോകാത്ത മനുഷ്യന്മാരൊക്കെ ഇത്രയും ആൾക്കാർ ഇപ്പോൾ ഈ സമുദായത്തിൻ്റെ ഇടയിലുണ്ട് എന്ന് പറയുമ്പോൾ പുച്ഛമാണ് സത്യം പറഞ്ഞാൽ. ഈ മനുഷ്യനോട് പുച്ഛം എന്നതിനെപ്പോലും ഒരു സഹതാപമാണ് ഈ മനുഷ്യനോട് തോന്നുന്നത്. എന്തു പറയാം, നമ്മുടെ നാടിൻ്റെ ശാപമാണ് ഇത്തരം ഓരോ സാധനങ്ങൾ. ഓക്കെ, ഇൻഷാ അല്ലാഹ്.